CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി VS ജോയ് നമ്മളോട് ചേരുകയാണ്. നമ്മുടെ സമയക്രമം പാലിക്കാൻ കഴിയില്ലല്ലേ? ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച പോലെ സമയക്രമം പാലിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ 2 മണിക്കാണ് നമ്മൾ ദർബാർ ഹാളിൽ നിന്ന് തിരിച്ചത്. ശ്രീകാര്യം പിന്നിടുന്നതേ ഉള്ളൂ. വല്ലാത്ത ജനക്കൂട്ടമാണ്. വി എസിൻ്റെ 6 പതിറ്റാണ്ട് ഈ തിരുവനന്തപുരവുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇതിൽ കാണിക്കുന്നത്. നിശ്ചയമായും അദ്ദേഹത്തിനുള്ള ആദരവാണ് ഈ തിരുവനന്തപുരത്തെ പൗരാവലിയും തിരുവനന്തപുരത്തെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും എല്ലാം നൽകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ വിലാപയാത്ര കടന്നു വരുന്ന സ്ഥലങ്ങളിലെല്ലാമുള്ള വമ്പിച്ച ഇതര വിഭാഗം ജനങ്ങളടക്കമുള്ളവർ ചേർന്ന് നൽകുന്ന ഈ വിലാപയാത്രയ്ക്ക് നൽകുന്ന ഒരു ആദരവെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഉദ്ദേശിച്ചാലും എനിക്ക് തോന്നുന്നത് നാളെ വെളുപ്പിനോടുകൂടി മാത്രമേ ഇത് ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ നിലയിൽ ഞങ്ങളൊരു 10-11 മണിക്ക് 10:30 മണിക്കൂർ എത്തുമെന്നുമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്നത്തെ നില കണ്ടിട്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല. CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി VS ജോയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. ഇപ്പോൾ വാഹനത്തിൽ മന്ത്രിമാരായിട്ടുള്ള P പ്രസാദ്, അതേപോലെ മന്ത്രിമാരായിട്ടുള്ള P രാജീവ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരൊക്കെ പറയുന്നത് ഒരു തരത്തിലും നമുക്ക് സമയക്രമം പാലിക്കാൻ കഴിയില്ല. കാരണം ആളുകൾ നിലയ്ക്കുന്നില്ല. VS-നോടുള്ള സ്നേഹം അത് ആളുകൾ മറച്ചു വയ്ക്കുന്നില്ല. ഇപ്പോൾ നമ്മളിതാ ഈ ശ്രീകാര്യത്ത് നിന്ന് ചാവടിമുക്കിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. ഷൈജു ചാവശ്ശേരി അത് കാണിച്ചു നൽകും. ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. അവിടെ VS-നെ കാണാൻ കാത്തുനിന്ന ആളുകൾ VS-നെ അവസാനമായൊരു നോക്ക് കാണുന്ന വൈകാരികം. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ VS അച്യുതാനന്ദൻ എത്രത്തോളം ആഴത്തിൽ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കാഴ്ചകളടക്കം. മതങ്ങൾക്കതീതം, ജാതിക്കതീതം, ഏതെങ്കിലും വിഭാഗങ്ങൾക്കതീതം ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യന്മാർ മാത്രമാണ് എനിക്ക് പ്രധാനമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട VS-ന് ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അവരുടെ പെരുന്നാളായിരുന്നു. കൂടുതൽ ആളുകൾ ആ പെരുന്നാളിൽ പങ്കെടുക്കാനെത്തിയ കൂടുതൽ ആളുകൾ VS-നെ കാണാൻ. അങ്ങനെ കേരളത്തിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് വരുന്ന തിരുവനന്തപുരത്തിൻ്റെ എല്ലാ നഗരങ്ങളിലും അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന വഴികളിലുമൊക്കെ പ്രിയപ്പെട്ട VS-നെ ഒരു നോക്ക് കാണാൻ ഈ വഴിയിൽ തടിച്ചുകൂടിയ ആളുകൾ VS വരുന്നു എന്ന് കണ്ട് നമ്മൾ ശ്രീകാര്യത്ത് വെച്ചൊരു കാഴ്ച കണ്ടിരുന്നു. അതായത് സ്ട്രക്ചറിൽ നിൽക്കുകയാണ് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് റോഡരികിൽ നിന്നുകൊണ്ട് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്നു. അത്രത്തോളം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ, അത്രത്തോളം വൈകാരികമായിട്ടുള്ളൊരു യാത്രയെ ഒരു ജനകീയ മുഖ്യമന്ത്രി എന്നൊക്കെ വിശേഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ജനകീയനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളതായിരുന്നു VS-നെ എല്ലാ കാലത്തും വിശേഷിപ്പിച്ചിരുന്നത്. VS എടുത്ത നിലപാടുകൾ അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടുന്ന മനുഷ്യനോട് VS പുലർത്തുന്ന ഒരു വലിയ സമവായമുണ്ട്. VS പുലർത്തുന്ന ഒരു വലിയ സ്നേഹമുണ്ട്. ആ സ്നേഹമൊക്കെ കഴിഞ്ഞ രാഷ്ട്രീയ ശരിയാണ് ഷഫീദ്. അങ്ങനെ ജനങ്ങളുടെ സ്നേഹം, ആ സ്നേഹമാണ് നമ്മളിപ്പോൾ ഈ തിരുവോരങ്ങളിൽ കാണുന്നത്. VS-ന്റെ വിലാപയാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം തിങ്ങിയാർക്കുന്ന ഈ ജനക്കൂട്ടം അവർക്ക് VS-നോടുള്ള ആ സ്നേഹത്തിന്റെ തെളിവ് കൂടിയാകുന്നുണ്ട്.